ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡീപ് സീക്കോ? അതെന്താ സംഭവം? നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പോയി ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ChatGPT, Meta AI അതുപോലെ ഉള്ളൊരു AI മോഡലാണിത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. വൈ? ബിക്കോസ് ഇത് വെറും $6 million വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മറ്റുള്ള കമ്പനീസിന്റെ വെറും 3 to 4% ഓഫ് എമൗണ്ട് മാത്രമാണ് ഇത് യൂട്ടിലൈസ് ആയിട്ടുള്ളൂ. ശരി, പ്രശ്നമുണ്ട്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ സംഭവം സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ബയാസ്ഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. പണ്ട് ബോർഡർ തിരിച്ചപ്പോൾ ഇറ്റ്സ് ഡൺ ലൈക്ക് ദാറ്റ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ചൈന ഈസ് സെയിങ് ദാറ്റ് അരുണാചൽ പ്രദേശ് അവരുടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. എന്ന് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഡീപ് സീക്കിനോട് പോയി ചോദിച്ചു. അപ്പോൾ ഡീപ് സീക്ക് പറയുവാണേ എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് സ്കിപ്പായി. അങ്ങനെ പാടില്ലല്ലോ, നമ്മളൊരു ഗ്ലോബലി ഒരു ഇതനുസരിച്ച് പറയണ്ടേ. സോ ദാറ്റ് ഇസ് ദ വൺ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അതായത് ഈ ഡീപ് സീക്കിന്റെ സെർവേഴ്സ് ഇരിക്കുന്നത് ചൈനയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇതിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സ്, ഡേറ്റാസ്, ഓഡിയോസ്, ഫയൽസ് ഇതെല്ലാം പോയി സ്റ്റോർ ആവുന്ന ഡേറ്റാബേസ് എന്ന് പറയുന്നത് ചൈനയിലാണ്. സോ ചൈനയുടെ ഒരു ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ഇഫ് ദ ഗവൺമെന്റ് ആസ്ക്സ് ഫോർ ദി ഡേറ്റാബേസ് ഓഫ് എനി കമ്പനി ഓവർ ദ അവർക്ക് അത് കൊടുക്കേണ്ടി വരും. സോ നമ്മുടെ ഡേറ്റാസ് എല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഇറ്റ്സ് എ പ്രൈവസി ഇഷ്യൂസ് ഫോർ അസ്. അപ്പോൾ അതാണ് സെക്കൻഡ് ഒരു ഇഷ്യൂ. ഇതിന് സൊല്യൂഷൻ ആയിട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട്, ഇൻ ദ സെൻസ് നമ്മൾ ഗൂഗിളിലോ വല്ലതോ അവരുടെ ഇപ്പോൾ ഡീപ് സീക്ക് അടിച്ച് കയറി ബ്രൗസറിൽ യൂസ് ചെയ്യാം. സോ ദാറ്റ് ഇഷ്യൂ ഇസ് റിസോൾവ്.